ചിരിമുട്ടായിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയുന്ന ഒരു തമാശ കഥയാണ്. അത് മുമ്പെങ്ങോ ഞാൻ കാഴ്ച അറിഞ്ഞതാകാം. എന്തായാലും മനസ്സിലത് തട്ടിയതുകൊണ്ട് ഞാനത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നേ ഉള്ളൂ. നമ്മുടെ പത്മനാഭൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആശുപത്രിയുടെ തിയേറ്ററിൻ്റെ വാതിൽക്ക് കാത്തിരിക്കുക. കാരണം അയാളുടെ ഭാര്യ പ്രസവിക്കാൻ കയറിയിരിക്കുക. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എനിക്ക് 3 പെൺമക്കളെയാ തന്നത്, ഇപ്രാവശ്യമെങ്കിലും തരുന്നത് എനിക്കൊരു ആൺകുട്ടിയായിരിക്കണേ. അയാൾ കരളുരുകി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആ തിയേറ്ററിൻ്റെ ഗേറ്റ് തുറന്നു. നേഴ്സ് വെളിയിലേക്ക് വന്നു. ആരാ ഈ പത്മനാഭൻ? ഞാനാ. പത്മനാഭൻ ഒറ്റച്ചാട്ടത്തിന് അവരുടെ മുമ്പിലെത്തി. നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു, അത് പെൺകുട്ടിയാണ്, അതാണ്ട് കണ്ടോ. പത്മനാഭൻ കാണാൻ പോലും നിന്നില്ല. പത്മനാഭൻ തകർന്ന് വെളിയിലേക്ക് ഓടി. ആ ഓട്ടം ചെന്ന് നിന്നത് അവരുടെ കുടുംബ കണിയാരുടെ വീട്ടിലാണ്. അപ്പം അവിടെ ചെന്നപ്പോൾ കണിയാരി ചോദിച്ചു, എന്താ പത്മനാഭ, ആകെ ഓടി തളർന്നിരിക്കുന്നല്ലോ, എന്താ പ്രശ്നം? അത് എന്നെ ഒന്ന് സഹായിക്കണം. തന്നെ സഹായിക്കാനോ? അതിന് ഞാൻ എന്നാ ചെയ്യേണ്ടതാ? എൻ്റെ പൊന്ന് കണിയാനെ, എനിക്ക് 3 പെൺമക്കളാണ്. ഇപ്പം പ്രസവിച്ചതും അത് പെണ്ണാണ്. എനിക്കൊരു ആൺകുഞ്ഞ് വേണം. അതെൻ്റെ ഒരു വലിയ മോഹമാണ്. അത് ആൺകുഞ്ഞുണ്ടാവാൻ ഞാൻ എന്തോ ചെയ്യണ്ടേ? എന്തെങ്കിലും കർമ്മം ചെയ്യണോ? എന്താന്ന് വെച്ചാലും ഞാൻ റെഡി. എനിക്കൊരു ആൺകുഞ്ഞ് വേണം, എൻ്റെ സ്വപ്നമാണ്. കണിയാൻ പെട്ടെന്ന് കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അതിനൊരു മറുപടി ഉണ്ട്. എന്തായാലും കണിയാൻ എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ. എങ്കിൽ ഞാൻ കവടി നിരത്തി, അദ്ദേഹം കവടി നിരത്തി നോക്കട്ടെ എന്ന് പറഞ്ഞു. കവടിയൊക്കെ നിരത്തി കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അതിനൊരു മാർഗമുണ്ട്. തൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, തറവാട്ടിലുണ്ട്. അപ്പോൾ ഭാഗ്യമായി. താൻ എത്രയും പെട്ടെന്ന് നേരെ ആ തറവാട്ടിലേക്ക് പോകണം. തൻ്റെ അച്ഛൻ അവിടെ ഇരിക്കുമല്ലോ. അച്ഛൻ അടുത്തോട്ട് ചെന്ന് അച്ഛൻ്റെ ചെകിട്ടത്ത് നോക്കി ഒരു അടി വെച്ച് കൊടുക്കും. എന്നിട്ട് അവിടെ നിൽക്കരുത്, കാര്യം ഒന്നും പറയുകയും ചെയ്യരുത്. പെട്ടെന്ന് ഓടിങ്ങി പോന്നാൽ മതി. നമ്മുടെ ഒപ്പനാവൻ വേറെ ഒന്നും ആലോചിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കണമല്ലോ. അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ തറവാട്ടിലേക്ക് ഓടി. തറവാട്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പം പാവം പിടിച്ച അദ്ദേഹം അവിടെ ചാരുകസേരയിൽ കിടപ്പുണ്ട്. ഇദ്ദേഹം അടുത്തോട്ട് ചെന്നപ്പം മൂപ്പലാൻ ചോദിച്ചു, എന്താ പപ്പനാവ പതിവില്ലാതെ ഇങ്ങോട്ട്? ഒന്നും പറഞ്ഞില്ല. അടുത്തോട്ട് ചെന്നു. പാവം പിടിച്ച മൂപ്പലാൻ്റെ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചെകിട്ടത്ത് നോക്കി ഒരടി. തകർന്നു നോക്കുന്ന ഈ മൂപ്പലാൻ ഒന്നും മനസ്സിലായില്ല. പപ്പനാവ് ഒന്നും പറഞ്ഞതുമില്ല. പപ്പനാവ് നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പെട്ടെന്നായിരുന്നു 7 മാസം ഓടിപ്പോയത്. വീണ്ടും പതുപോലെ ആശുപത്രിയുടെ ഭാര്യ ഗർഭിണിയായി. ആശുപത്രിയുടെ വാതിക്കൽ പത്മനാഭൻ കാവൽ നിൽക്കുക. പെട്ടെന്ന് അവിടുന്ന് സിസ്റ്റർ ചോദിച്ചു, ആരാ ഈ പത്മനാഭൻ? അദ്ദേഹം ഒറ്റച്ചാട്ടത്തിന് സിസ്റ്ററുടെ മുമ്പിലെത്തി. ഞാനാ സിസ്റ്ററെ പത്മനാഭൻ. നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയാണ്. പത്മനാഭൻ ആ കുഞ്ഞിനെ കണ്ടു. ഒറ്റ നോട്ടത്തിലേ കണ്ടുള്ളൂ, കൺകുളിർക്കെ കണ്ടു. പെട്ടെന്ന് അദ്ദേഹം വീണ്ടും വെളിയിലേക്ക് ഓടി. ആ ഓട്ടം വീണ്ടും അവസാനിച്ചത് കണിയാൻ്റെ അടുത്താണ്. അപ്പോൾ കണിയാൻ അവിടെ നിൽക്കുക. അപ്പോൾ കണിയാനോട് ചോദിച്ചു, അദ്ദേഹം എനിക്കൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ ഭാര്യ പ്രസവിച്ചു, അത് ആൺകുട്ടിയാണ്. പിന്നെന്താ വേണ്ടേ? തൻ്റെ ആഗ്രഹം ശരിയായല്ലോ. ശരിയായി, എനിക്ക് വളരെ സന്തോഷമുണ്ട്. കണിയാരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നെ ഇങ്ങനെ ആൺകുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ എൻ്റെ അച്ഛൻ്റെ ചെകിട്ടത്തടിക്കാൻ അങ്ങ് പറഞ്ഞത്? അത് ഞാൻ പാവമായിട്ടും പാവമെന്ന് അറിഞ്ഞിട്ടും എന്നെക്കൊണ്ട് അത് ചെയ്യിച്ചത് എന്തിനാ? എടോ, തനിക്ക് ആൺമക്കൾ വേണ്ടേ? എന്തെന്നാൽ താനിപ്പം അച്ഛൻ്റെ ചെകിട്ടത്തടിച്ചാൽ തൻ്റെ ചെകിട്ടത്ത് ഒരടി തനിക്ക് ഇപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതിനൊരു ആൺമക്കൾ കൂടിയേ പറ്റൂ. അത് പ്രകൃതി നിയമമാണ്. അപ്പോൾ താമസിയാതെ പപ്പനാവിൻ്റെ ചെവിട്ടത്തും ഇതുപോലൊരു അടി പ്രതീക്ഷിക്കാം. കാത്തിരുന്നു. ഇതാണ് അതിൻ്റെ കഥ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സന്തോഷം. ഓക്കെ.